നമസ്കാരം, ഏവർക്കും സ്വാഗതം ഇന്നത്തെ കോക്ടെയിലേക്ക്. അങ്ങനെ കോൺഗ്രസുകാർക്കും സംസ്കൃതത്തിൽ ശതം സമർപ്പയാമി എന്നും പറഞ്ഞ് ബക്കറ്റുമെടുത്ത് പിരിവിനിറങ്ങാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കണമെങ്കിൽ അതേ ഉള്ളൂ വഴി. ഹർത്താൽ നടത്തി കോൺഗ്രസുകാർ നശിപ്പിച്ച ലക്ഷങ്ങളുടെ മുതൽ ഡീൻ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്നും ഈടാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമോ, ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 180 കേസുകളും ഹർത്താൽ ആഹ്വാനം ചെയ്ത ഡീനിൻ്റെ തലയിലായി. സംഘികൾ നടത്തിയ ഹർത്താലിൽ സെൻകുമാർ സാറിന് കിട്ടുന്ന പണിയെപ്പറ്റി വേറെ പറയാം. അപ്പോൾ ഡീനിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ ആദ്യം ഒരു തീരുമാനമാക്കും. പണ്ടേ ദുർബല, കൂടെ ഗർഭിണി എന്ന അവസ്ഥയിലാണല്ലോ കോൺഗ്രസ്. KPCCയുടെ ഖജനാവിലാണെങ്കിൽ 5 പൈസയില്ല. മുല്ലപ്പള്ളി പിരിവ് നടത്താനായാണ് ഒരു യാത്ര തന്നെ നടത്തിയത്. പ്രവർത്തകരെ ഞെക്കിപ്പിഴിഞ്ഞ് കാശ് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഇനി ഈ ഹർത്താലിൻ്റെ നഷ്ടം കൂടി അടയ്ക്കാൻ പോകുന്നത്. എന്തായാലും ഡീൻ കുര്യാക്കോസ് കോൺഗ്രസിന് കൊടുത്ത പണി കൊള്ളാം. സെൻകുമാർ സാറിലേക്ക് വരാം. ശബരിമല പ്രശ്നത്തിൻ്റെ പേരിൽ സംഘികൾ അഴിഞ്ഞാടി അക്രമം നടത്തിയതിൻ്റെ സർവ്വ ഉത്തരവാദിത്വവും സെൻകുമാർ സാറിൻ്റെ കൂടി തലയിലായി. ഏകദേശം 990 കേസുകളിൽ സെൻകുമാർ സാറും പ്രതിയാകുമത്രേ. അതായത് സെൻകുമാർ സാറിന് ഇനി നിർത്താതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്താം. ഇനിയുള്ള ജീവിതം കേസും കൂട്ടവുമായി അങ്ങ് കഴിയാം. ഡീൻ കുര്യാക്കോസിന് ഭാഗ്യത്തിന് 180 കേസുകളേ ഉള്ളൂ. സെൻകുമാർ സാറിന് 1000-ഓളമുണ്ട്. മുന്നറിയിപ്പില്ലാതെ ഹർത്താൽ എന്തിനു നടത്തി എന്ന കോടതിയുടെ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു സാർ എന്നാണ് ഡീൻ ഉത്തരം പറഞ്ഞത്. നിയമം പഠിച്ച ഡീനിന് ഇതൊന്നും അറിയില്ലേ എന്നായി കോടതി. എന്തായാലും ഡീൻ കുര്യാക്കോസ് ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കുമ്പോഴും സെൻകുമാർ സാർ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. കർമ്മസമിതിക്കാർ നടത്തിയ ഹർത്താലിൽ സംഘികൾ ഉണ്ടാക്കിയ നഷ്ടം ചെറിയ കണക്കല്ല. ശോഭാ സുരേന്ദ്രൻജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ചെറിയ കളിയല്ല. എന്തായാലും അതിൻ്റെ എല്ലാം നഷ്ടം ഈടാക്കാതെ കർമ്മസമിതിക്കാരെ വിടുന്ന പ്രശ്നമില്ല. ശ്രീധരൻ പിള്ള സാറും സംഘവും തെരഞ്ഞെടുപ്പിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു 18 സീറ്റെങ്കിലും BJP നേടും എന്ന സ്വപ്നവും കണ്ട് നടപ്പാണല്ലോ പിള്ള സാറും കൂട്ടരും. അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് ആ പാവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ കഷ്ടപ്പെട്ട് പ്രചാരണം നടത്തി 18 സീറ്റിലും ജയിക്കാൻ നോക്കുമ്പോൾ എതിരാളികൾ എന്താണ് ചെയ്യുന്നത്? പാവം BJPക്കാരെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു. ഭയങ്കര കഷ്ടമാണ്. BJPക്കാരെ പോലെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായ ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? സത്യവുമായി പുലബന്ധമില്ലാത്ത തരത്തിൽ പ്രചരണ രംഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ തന്നെ വിവാദങ്ങളും അപവാദങ്ങളും ഒട്ടേറെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആരെയും പരിഭവമോ പഴിക്കാനോ ഒന്നും BJP തയ്യാറില്ല. ഈ തെരഞ്ഞെടുപ്പ് സർവേ കാണിച്ച് ശ്രീധരൻ പിള്ള സാറിനെ ഭയപ്പെടുത്താം എന്നൊന്നും മാധ്യമങ്ങൾ കരുതണ്ട. ഫലം വരുമ്പോൾ എന്നും മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന, അതായത് LDF, UDF, BJP, അങ്ങനെ മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന 0 പിള്ള സാറിൻ്റെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അതൊരു ശീലമാണ്. ആ ശീലം മാറ്റില്ല. ഈ സർവേകളിലൊന്നും വലിയ എൻ്റെ അനുഭവം രാഷ്ട്രീയ വിദ്യാർത്ഥി നിലയിൽ സർവേകൾ വിശ്വസിക്കുന്നയാളല്ല. കാരണം കഴിഞ്ഞ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചാനൽ നടത്തിയ സർവേയിൽ നമുക്ക് കിട്ടുന്ന വോട്ടിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നമുക്ക് കിട്ടുന്ന വോട്ട്, അവരുടെ സർവേയിൽ BJP ജയിക്കാൻ പോകുന്നില്ല 18%. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ രാജഗോപാൽജി മത്സരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 33% വോട്ട് കിട്ടിയപ്പോൾ 18-33% ആകുമ്പോൾ സർവേകളെ വിശ്വസിക്കാൻ നിർവാഹമില്ല. ശരിയാണ്, കഷ്ടമാണ് ശ്രീധരൻ പിള്ളാജി നിങ്ങളോട് അവർ ചെയ്യുന്നത്. ഈ പിള്ളസാറിൻ്റെ പാർട്ടി ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിട്ടും എന്തൊക്കെ അപവാദങ്ങളാണ് പിള്ളസാറിൻ്റെ പാർട്ടിയെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് വഴക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ അത്രയും ഗ്രൂപ്പ് BJPയിലില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആളുകളെ എല്ലാം സാക്ഷി നിർത്തി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നടന്ന ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ നമ്മൾ സ്ഥാനാർത്ഥി ആരാകണോ ചർച്ച ചെയ്തിട്ടുണ്ടോ? പക്ഷെ സ്ഥാനാർത്ഥികളുടെ പേരിൽ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും സ്ഥാനാർത്ഥികളുടെ പേരിൽ തമ്മിൽ അടിച്ചു, 2 ചേരിയായി, 3 ചേരിയായി, ചേരി ഇല്ലാത്തവരും ചേരിക്കാരായി, എല്ലാ ചേരിയും ചേരിക്കാരും അല്ലാത്തവരും ഉള്ളവരും ഇല്ലാവരുമായിട്ട് നമ്മുടെ ആത്മവീര്യം ചോർത്താൻ ശ്രമിക്കുകയാണ്. ആ ആത്മവീര്യം ചോർത്താനുള്ള ശ്രമം ഞാൻ ആരുടെയും പ്രചരണരംഗക്കാരെ അല്ല പറയുന്നത്. മാനിപ്പുലേഷൻ നടത്താൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വഴിതെറ്റിക്കാൻ കുപ്രചരണം നടത്തുന്നതിൽ അതിവൈദഗ്ധ്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തെ സംബന്ധിച്ചുള്ള അവരുടെ മീറ്റിംഗിൽ അവർ കണ്ടെത്തിയ മാർഗമാണ് കേരളത്തിൽ ഒട്ടേറെ സീറ്റിൽ BJP ജയിക്കും. അങ്ങനെ ജയിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടാകാൻ പോകുന്ന കോൺഗ്രസിനാണ്. അതുകൊണ്ട് കോൺഗ്രസ് BJPയെ തകർക്കാൻ ആഗ്രഹിക്കുന്നു
NDA ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിടയിൽ BJPക്കിടയിൽ തമ്മിൽ പോരാണ്. ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും ആ മീറ്റിങ്ങുകൾ കഴിയുന്ന അവസരത്തിൽ തുടങ്ങുന്ന ദിവസവും പിറ്റേ ദിവസവും ഒക്കെ എന്തോ വലിയ ഗുസ്തിക്കാരാണ് BJPക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി നടത്തുകയാണ്, ഒരു തകർന്ന തടവാടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ നമ്മുടെയൊക്കെ അധ്വാനത്തെ തകർക്കാനുള്ള ദുരുദ്ദേശമാണ് അതിന് പിന്നിലുള്ളത്. ഇതൊന്നുമല്ല, അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന ആ സുരേന്ദ്രൻജിയെ കുറിച്ച് കോൺഗ്രസ്സുകാർ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്? പഞ്ചപാവമായ സുരേന്ദ്രൻജിയെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയുമോ? പത്തനംതിട്ട ജില്ലയിൽ കാലുകുത്താൻ പോലും പറ്റാത്ത സുരേന്ദ്രൻജിയെ പറ്റി അപവാദ പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോട് അവഗണിക്കുക. അവിടെ ഇരിക്കുന്ന ആ സുരേന്ദ്രൻ കഴിഞ്ഞൊരു നമ്മുടെ കോർ കമ്മിറ്റി മീറ്റിംഗ്, ആ മീറ്റിംഗിൽ രണ്ടുപേര് വന്നില്ല. CK കോയമ്പത്തൂരിൽ പോയിരുന്നു. സുരേന്ദ്രൻ വരുമ്പോൾ കൊടകര വെച്ചിട്ട് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. ഡൽഹിയിൽ പോയിട്ട് വന്നപ്പോൾ തണുപ്പൊക്കെ കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം അദ്ദേഹം തൃശ്ശൂരിലെ അശ്വിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത്, എന്താ എല്ലാവരും വന്നില്ലല്ലോ, എല്ലാവരുടെയും കണക്കെടുപ്പാണല്ലോ. ആ രണ്ടുപേരുടെ പേര് ഞാൻ അവിടെ പറഞ്ഞതാണ്. സത്യമെന്ന് പറഞ്ഞത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു നാട്ടിൽ, സത്യമേവ ജയതേ എന്ന് പറയുന്ന നാട്ടിൽ, ഈ നാട്ടിൽ മുഴുവൻ ആസൂത്രിതമായി പ്രചരിപ്പിച്ചു, അവർ ബഹിഷ്കരിച്ചു വന്നു. സുരേന്ദ്രൻ അതിനുശേഷം ന്യൂമോണിയ ബാധിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് പൊതു രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അറിയാം. സത്യം പറയാമല്ലോ, തന്നെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ഇങ്ങനെ അപവാദം പറയുന്നത് കേട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തണോ എന്ന് പോലും സുരേന്ദ്രൻജി ആലോചിക്കുകയില്ല. ക്രൂരമാണ് സമീപനമെന്ന് മനസാക്ഷിയുള്ളവർ ചിന്തിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം കോൺഗ്രസിന്റെ ശ്രമമാണ്. ഇനി കോടിയേരിയുടെ ട്രോൾ പ്രസംഗമാണ്. തെരഞ്ഞെടുപ്പ് സർവേയും വനിതാ മതിലും തമ്മിൽ എന്താണ് ബന്ധം? കേട്ടോളൂ. ഇപ്പൊ ചില സർവേ റിപ്പോർട്ടുകൾ പുറപ്പെട്ടിരിക്കുകയാണ്, ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞു. ആ സർവേ റിപ്പോർട്ടിനെ ചില ചാനൽക്കാരെ ഞാൻ ചോദിച്ചു, ഇതെന്താണ് നിങ്ങളുടെ ഇതിന് അടിസ്ഥാനം? അപ്പോൾ അവർ പറഞ്ഞ് ശബരിമല പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ജനുവരി മാസം 1-ാം തീയതി വനിതാ മതിൽ കേരളത്തിൽ നടന്നത്? അതിൽ പങ്കെടുത്ത മുഴുവൻ സ്ത്രീകളല്ലേ? 55 ലക്ഷം. അതിൽ 55 ലക്ഷം പങ്കെടുത്ത സ്ത്രീകൾ, നമ്മൾ 55 ലക്ഷം എന്ന് കണക്ക് കൂട്ടി സംഘാടകരുടെ അവകാശവാദമാണെന്ന് വിചാരിക്കാം. മലയാള മനോരമ നമ്മുടെ എതിർക്കുന്ന പത്രമല്ലേ, അവർ പറഞ്ഞു 50 ലക്ഷം. പോട്ടെ, 50 ലക്ഷം എടുത്താൽ മതി. ഈ 50 ലക്ഷം സ്ത്രീകളിൽ, വനിതകളിൽ ഒരു 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ വളരെ കുറവല്ലേ ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല ഹൈക്കോടതിയും പറഞ്ഞു, കുട്ടികളെ അതങ്ങോട്ട് കൊണ്ടുപോകരുതേ, കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത്. അത് പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളെയൊക്കെ വേണ്ടെന്ന് വെച്ചു. അപ്പം ശരിക്ക് പ്രായപൂർത്തിയുള്ളവരല്ലേ മഹാഭൂരിപക്ഷം പങ്കെടുത്തത്? അവർക്കൊന്നും വോട്ടില്ലേ? അവരെന്താ മതിലിൽ പങ്കെടുക്കും, ഇലക്ഷൻ വരുമ്പോൾ നമുക്കെതിരായിട്ട് കുത്തുക. അതിൽ പങ്കെടുത്ത സ്ത്രീകൾ, ഓരോ സ്ത്രീയും 2 ആളെയെങ്കിലും LDFന് അനുകൂലമായി വോട്ട് ചെയ്യിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. റോഡിൽ കൂടി നടന്നുപോയ ചില പള്ളിയിലച്ചന്മാരെ അവർ BJPയിൽ ചേർന്നേ എന്ന് വിളിച്ചു കൂവുകയായിരുന്നല്ലോ നമ്മുടെ പിള്ളസാർ. എന്നാൽ ഇല്ലാത്ത അച്ഛന്മാരല്ല, നല്ല ഒറിജിനൽ അച്ഛന്മാരാണ് LDFന്റെ വേദിയിൽ പ്രസംഗിക്കാൻ വരുന്നത്. ഇതാ കേൾക്ക്. പക്ഷെ ഞാൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റേജുകളിൽ ഇനിയും ഈ കുപ്പായധാരികൾ ധാരാളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതവര് വേറൊന്നിനും വരുന്നതല്ല, ഇതിട്ടുകൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങൾ വേണം. നാട്ടുകാർക്ക് സ്വൈര്യമായി നടക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടായാലേ പറ്റൂ എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. പിള്ളസാറിന്റെ പാർട്ടിക്കാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. പത്തനംതിട്ട മാരാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമ സഭയുടെ 124 വർഷം പഴക്കമുള്ള കൺവെൻഷൻ നടത്തിച്ചിട്ടില്ലെന്ന് സംഘപരിവാറിന്റെയും BJPയുടെയും നേതാക്കന്മാർ പറഞ്ഞപ്പോൾ DYFIയുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പന്തലിന് കാവലി നിൽക്കും, ഈ കമ്മ്യൂണിസ്റ്റുകളുടെ നടത്തുമെന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച പ്രസ്ഥാനമായി പ്രസ്ഥാനം. ഇതിന്റെ പിന്നിലല്ലാതെ ഏതിന്റെ പിന്നില ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്? അച്ഛന് പറയാൻ ഇനിയുമുണ്ട് കഥകൾ. അത് മാത്രമല്ല, കുമ്പനാട് പെന്തക്കോസ്ത് ആസ്ഥാനത്തിന്റെ ഗേറ്റ് പിഴുതു കളഞ്ഞ് അവരുടെ കോമ്പൗണ്ടിൽ BJPയുടെ കൊടി കുത്തിയപ്പോൾ ആ ഗേറ്റ് അതേ സ്ഥാനത്ത് സ്ഥാപിക്കുവാനും ആ കോമ്പൗണ്ടിൽ കുത്തിയതായ BJPയുടെ കൊടി പിഴുതു കളയാനും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നു പ്രിയമുള്ളൂ. പള്ളിയിലച്ചന്മാർക്ക് വരെ പ്രിയം LDF ആയി മാറിക്കഴിഞ്ഞു അത്രേ. BJPയും വേണ്ട, കോൺഗ്രസും വേണ്ട. കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം? വിശ്വസിക്കാൻ പറ്റുമോ? കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസ്സുകാർ ജയിച്ചാൽ
അവർ കാലുമാറും, പൈസ വാങ്ങും, BJP-ക്കാരാവും. നിങ്ങൾ കർണാടകത്തിൽ കണ്ടില്ലേ? ഒരു കോൺഗ്രസ് MLA-ക്ക് കർണാടകത്തിൽ നിശ്ചയിച്ച വില എത്രയാണെന്നറിയോ? 25 കോടി. കേരളത്തിലെ ചില കോൺഗ്രസ് MLA-മാർ അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ പോയാൽ 25 കോടി കിട്ടും. കർണാടകത്തിലെ സ്പീക്കർക്ക്, കോൺഗ്രസ് സ്പീക്കർക്ക് നിശ്ചയിച്ച വില BJP 50 കോടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു സ്പീക്കറെയൊക്കെ എങ്ങനെയാപ്പ വിലക്കെടുക്കാൻ പറ്റും? ഇപ്പോൾ MLA-മാരെയാണ് വില കൊടുത്ത് പിടിക്കുന്നതെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ BJP മറ്റൊരു പരീക്ഷണം നടത്തും. കോൺഗ്രസിന്റെ വോട്ടർമാർക്ക് പണം കൊടുക്കും, പണം കൊടുത്ത് വിലക്കെടുക്കും. എന്നാൽ ഇടതുപക്ഷം വിജയിച്ചാൽ വിജയിക്കുന്ന ഇടതുപക്ഷക്കാരൻ കാലു മാറില്ല. ഇടതുപക്ഷക്കാരൻ്റെ കാലിന് നല്ല ഉറപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ അഡ്വക്കേറ്റ് സമ്പത്ത് ഇവിടുന്ന് ജയിച്ചില്ലേ? ഇടതുപക്ഷത്തെ തന്നെ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലിന് നല്ല ഇടതുപക്ഷ ബലം ഉണ്ട് എന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ലോകസഭയിലെ ഏറ്റവും നല്ല പാർലമെന്ററിയനായ സമ്പത്തിന് എത്ര കോടി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരം? ഒരു കോൺഗ്രസിന്റെ MLA-ക്ക് 25 കോടി കൊടുക്കുമ്പോൾ 7 മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന സമ്പത്തിന് എത്ര കിട്ടണം? 25 കോടി മതിയോ? അതിൻ്റെ 7 ഇരട്ടി കിട്ടണ്ടേ? പക്ഷെ 1000 കോടി കൊടുത്താലും കാലുമാറാത്ത ആളാണ് അഡ്വക്കേറ്റ് സമ്പത്ത് എന്ന് തെളിഞ്ഞില്ലേ? ഇങ്ങനെ ഇടതുപക്ഷത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് ജനങ്ങൾ വിശ്വസിക്കുക. ഈ ആഴ്ച കണ്ട ഏറ്റവും നല്ല കോമഡികളിൽ ഒന്ന് മാണി സാറും ചെന്നിത്തലാജിയും കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയായിരുന്നു. മുന്നണിയിൽ നിന്ന് മാണി സാറിനെ പുകച്ച് പുറത്തു ചാടിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ചെന്നിത്തലാജി ചിരിക്കുന്ന ആ ചിരിയുണ്ടല്ലോ, ആഹാ. എന്ന് പുത്തരിക്കണ്ട മൈതാനിയിൽ സമാപിക്കുന്ന ഈ യാത്ര, കേരള യാത്ര, കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന്റെ വർദ്ധിച്ച പ്രസക്തി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാനാണോടാ നിന്റെ ചേട്ടൻ പ്രേം? ചേട്ടാ, ചെന്നിത്തലാജിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയുന്നു? മാണി സാർ മോശമല്ല. UDF-ന്റെ ഏറ്റവും കരുത്തുള്ള പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്ന ഈ ജാഥയിലൂടെ 40 വർഷക്കാലത്തെ ബന്ധമാണ് കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ടുള്ളത്. ആ ബന്ധം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കൃഷ്ണ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. അണ്ണന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണല്ല. ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാൻ മുന്നോട്ട് വന്നാലും അത് കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കക്ഷികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDF-ന് പിന്തുണ നൽകുന്ന ആവേശകരമായ ഒരു കാഴ്ചയായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. മാണി സാറും ചെന്നിത്തലാജിയും കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ PJ ജോസഫിനാണ്. മാണിയും കോൺഗ്രസും കൂട്ടുകൂടിയപ്പോൾ ആർക്കും വേണ്ടാതായത് ജോസഫ് സാറിനെയാണ്. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.